അവർക്ക് 20/20 കിട്ടണ പിള്ളേരെ അവര് ഡയറക്റ്റ് എടുക്കുമായിരുന്നു. ഞാൻ IELTS എഴുതിയായിരുന്നു. IELTS കോച്ചിങ്ങിന് പോയി 3 മാസം പഠിച്ച് IELTS എഴുതി സർട്ടിഫിക്കറ്റ് ഇതിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. അത് വേറെ കാര്യം. അത് പറയണത് 75% മാർക്കാ. ബയോളജി, മാത്സ്, സയൻസ് എടുത്ത് പ്ലസ് ടു സയൻസ് എടുത്ത്. ഒരു ക്വസ്റ്റ്യൻ പറയാൻ ചോദിക്കുന്നതാണ്, നമ്മൾ പ്ലസ് ടു കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് എടുത്ത് പറ്റത്തില്ല. ജനറൽ നഴ്സിംഗിന് വരാൻ പറ്റും, പക്ഷെ ഈ ഒരു കോഴ്സിന് പറ്റത്തില്ല. ഇതിന് സയൻസ് തന്നെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഉണ്ടായിരിക്കണം. അത് എന്തായാലും സയൻസിൽ അത് പിന്നെ ഇൻഡിവിജ്വൽ മാർക്കായിട്ട് നോക്കണില്ല, ഇത്രയാണ് നോക്കണം. അത് നമ്മൾ ഫസ്റ്റ് ഇൻടേക്ക് ആയതുകൊണ്ട് അവര് കുറച്ച് തന്നതാണോ അതും എനിക്ക് നേരാവണ്ണം അറിയാം. എനിക്ക് തോന്നുന്നു 50,000+ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട് രീതിയിൽ അറിഞ്ഞു. അപ്പം കൂടുതലായിട്ട് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അവര് ക്രൈറ്റീരിയാസും കൂട്ടും. ചാൻസ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്രമിക്കാം. ഇപ്പൊ ഒരു ഫുള്ളി ഫണ്ടഡ് കോഴ്സ് അതൊരു 54-60 lakh പോലത്തുള്ള ഒരു കോഴ്സ് ഇവിടെ ഫ്രീ ആയിട്ട് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അവർക്ക് 20/20 കിട്ടണ പിള്ളേരെ അവര് ഡയറക്റ്റ്